ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റിയത്. ഞാൻ വേറൊരു ഫോണിലെടുത്തായിരുന്നു, അപ്പോൾ അത് എനിക്ക് കിട്ടിയത് എപ്പോഴായിരുന്നു. അപ്പോൾ അത് 24-ാം തീയതി നൈറ്റ് 12 മണിക്ക് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അക്കപ്പോരാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഉറങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 11 മണിക്കാണ് അത് മഞ്ഞ മേക്കപ്പ് പോകുമോ, അത് ഉറങ്ങി വെച്ച മേക്കപ്പ് പോകുന്നുണ്ട്, അവൾ ഉറങ്ങാണ്ടിരുത്തിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ വന്ന ശേഷം എനിക്ക് പോകാമെന്നുള്ള മട്ടിലായിരുന്നു. അപ്പം ഞങ്ങൾ ശരി എണിച്ച് റെഡിയായി മുടിയൊക്കെ കെട്ടി, ഞാൻ മുഖമൊക്കെ കഴുകി ഒന്ന് ഉറക്കം സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുടിയൊക്കെ കെട്ടി കുറച്ച് അത്യാവശ്യം പൗഡറൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകില്ലേ, കുറച്ചെങ്കിലും മേക്കപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക്. അങ്ങനെ സുമ ചേച്ചി കുറച്ച്, അതായത് ഉറങ്ങി, എല്ലാവരും കുറച്ചൊക്കെ ഉറങ്ങി, മഞ്ഞ് മാത്രം ഉറങ്ങിയില്ല, അവൾ മേക്കപ്പ് പോകുന്നുണ്ട്. അപ്പോൾ സുമ ചേച്ചിയും കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. വെറുതെ കിടക്കണത് കേക്കിനെ എടുത്ത് അരി ബക്കറ്റ് പൊട്ടിച്ച് കഴിക്കുന്ന മഞ്ഞയാണ്. അതിനുശേഷം ഞങ്ങൾ ഫുള്ള് റെഡിയായി എല്ലാവരും നിൽക്കുന്ന സമയത്ത് അപ്പം മഞ്ഞിക്ക് അടുത്ത മോഹം ഞങ്ങൾ റെഡിയാകണം കണ്ടപ്പം ഞാനും റെഡി ആയിട്ട് വരാം ചേച്ചി കണ്ട്. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചപ്പോൾ അവൾ കാണിക്കണ്ടേ ചേച്ചി ഓൾറെഡി അവൾ പുട്ടിയടിച്ച് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പൗഡർ അടിച്ച് കയറ്റണു, എന്തൊക്കെയാണ് കാണിക്കണമെന്ന് പോലും അവൾക്കറിയില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് പോയപ്പോൾ ഇല്ല ചേച്ചി ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരും ചേച്ചി പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പുറത്ത് വന്നു. അപ്പോൾ സ്റ്റാർ ഇട്ടുണ്ട്, ആ സ്റ്റാറിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് നേരം ഇരുന്നു കഥ പറഞ്ഞു. ഓരോ കഥയും കാര്യങ്ങളും നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ടിരുന്നു, ഞാൻ വീഡിയോ എടുക്കുക, ഇതായിരുന്നു എൻ്റെ പണി. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി 11 മണി കഴിഞ്ഞു ഏകദേശം. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള പള്ളിയിലാണ്, വീട്ടിൻ്റെ കുറച്ചപ്പുറത്തുള്ള പള്ളിയിലേക്കാണ് പോയത്. ഞങ്ങൾ ആക്ച്വലി വീക്ക്ലി പോകും സൺഡേ. അപ്പോൾ ഞങ്ങൾ വർഷത്തിൽ അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ഡേ നൈറ്റ് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയുടെ ഫ്രണ്ടിലെത്തി, അവിടെ ആരും ഇല്ല. പിന്നെ ഉള്ളിൽ പോയപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ആക്ച്വലി ഇത്രയല്ല, ഒരുപാട് തിരക്കുണ്ടാവും. ഇപ്രാവശ്യം വളരെ കുറവാണ്. അപ്പോൾ അവിടെ പുൽക്കൂടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഫ്രണ്ടിൽ കാര്യങ്ങൾ തരണം. മഞ്ഞ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പുഴു എന്ന് പറയുന്ന പോലെ എന്തിനോ വേണ്ടി പ്രാർത്ഥിക്കുന്ന മഞ്ഞ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പൊരിഞ്ഞ പ്രാർത്ഥനയിലായിരുന്നു ഗൈസ്, ഒന്നും പറയാൻ പറ്റിയില്ല. അതിനുശേഷം ചേച്ചി നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയ ശേഷം പിന്നെ പുൽക്കൂടിൻ്റെ അവിടെ സെറ്റ് ചെയ്ത് അടുത്ത് പോയിട്ട് ചേച്ചി അവിടെ നിന്ന് എനിക്കൊരു വീഡിയോ വേണം എടുത്തു. പിന്നെ ചേച്ചി നടക്കുക, ചേച്ചിനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും നടന്നു, വീഡിയോ എടുത്ത് എന്തൊക്കെയോ കോപ്രഹയങ്ങൾ കാണിക്കുന്ന അവസ്ഥയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പോയി എന്തൊക്കെയോ നോക്കി അറിയാത്ത പോലെ. അതിന് ശേഷം കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, അതായത് സമയം ഒരു 11:30-11:45 ആവാറായി. അപ്പോൾ ആക്ച്വലി 12 മണിക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് പേരായിട്ട് വന്നുകൊണ്ടിരുന്നു. കുറേ അറിയുന്ന ആൾക്കാരും പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു. പിന്നെ ഫാദർ കാര്യങ്ങൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളവിടെ ഇരുന്ന് സോറിയും പറഞ്ഞിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫാദർ കുറേ കുർബാന സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. ഞങ്ങളവിടെ വീഡിയോ എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളെന്തൊക്കെയോ പറയുന്നുണ്ട്. ആക്ച്വലി അവൾക്ക് ഭയങ്കര ഉറക്കം വരാൻ തുടങ്ങി. 12 മണി കഴിഞ്ഞു, 12 മണി ആവാറായി. അപ്പോൾ ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ 12 മണിക്കാണല്ലോ യേശു ജനിക്കുക. അപ്പോൾ ആ സമയത്ത് ഫാദറും അവിടുത്തെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് ലാമ്പ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഫാദർ യേശുവിനെ ഒരു കുട്ടിയുടെ രൂപത്തിലെടുത്തിട്ട് വന്നിട്ട് കാലിത്തൊഴുത്തിൽ വെക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് പ്രാർത്ഥിക്കുകയും കുറേ പേര് വീഡിയോസ് എടുക്കുക, വ്ളോഗ് എടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു ഗൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞത് വെച്ചാൽ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമ്മൾക്കൊക്കെ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഭയങ്കര രസമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഫാദറിനെ സഹായിച്ചു വരുമ്പോൾ പിന്നെ ഫാദർ കുറച്ച് അങ്ങനെ ഫാദർ കയ്യിലുള്ള, അതായത് നമ്മുടെ അതിൽ തീർത്തെന്ന് പറയും, അവരുടെ ഇതിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തെളിച്ച് കുറേ പേര് ആശീർവാദങ്ങളും അതുപോലെ തന്നെ തൊഴുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അവൻ്റെ പ്രേയേഴ്സ് എങ്ങനെയാണ് നടക്കുന്നത് ആ രീതിക്ക് അങ്ങോട്ട് നടന്നു. അതിനുശേഷം കുർബാനയായിരുന്നു ഗൈസ്. അപ്പോൾ കുറച്ച് നേരം കുർബാന, അവരുടെ കുറേ കാര്യങ്ങൾ, യേശു ജനിച്ചത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഉണ്ടായത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തന്നു. തമിഴിലായിരുന്നു ഗൈസ് പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം തമിഴ് അറിയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കേട്ടിരുന്നു. അതിനുശേഷം പിള്ളേർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് വരാൻ പറഞ്ഞു. അവരുടെ കൂടെ പോയി കുറേ നേരം കഥയും സൊറിയൊക്കെ പറഞ്ഞു തരുന്നു. പിന്നെ അതിന് ശേഷം കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയുള്ള പിള്ളേരൊക്കെ ചറവറാന്നണിച്ചിട്ട് എല്ലാവരും കേക്ക് വാങ്ങാൻ പോയി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ പ്ലം കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് കുറേ പേര് ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് ലഡ്ഡു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ കേക്ക് ചോക്ലേറ്റ്സൊക്കെ കിട്ടി. അതിന് ശേഷം അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോകാനായി
ഗൈസ്. അപ്പം ഞങ്ങളും അവിടെ നിന്ന് കഥയും പറഞ്ഞിട്ട് ഇറങ്ങി. അതിന് ശേഷം വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ വരുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ ഇല്ല. ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. റോഡാണ് അതേ കിടക്കുന്നു ഗൈസ്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 പ്രേത നിഴൽ. അതാ വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെയാണ് ഗൈസ്. അതിനുശേഷം എല്ലാവർക്കും തണുത്തു, ഉറക്കം വന്നു. രാവിലെ എണീച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ട്. അപ്പോൾ അതിൻ്റെ പുറപ്പെടലാണ്. അങ്ങനെ വീടെത്തി. എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഉപ്പുമാവ് ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോയി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.